ഹായ് ഫ്രണ്ട്സ്, ഞാൻ മബ്രൂക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഫോട്രാക്ക് ടെക്. ബോൾട്ടിൻ്റെ W20 എന്ന ഇയർപോഡാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. നമുക്കത് എങ്ങനെയുണ്ടെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിലെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ 45 ms ലോ ലേറ്റൻസി അവൈലബിൾ ആണെന്നുള്ളതാണ്. അത് ടച്ച് സെൻസിൽ ഫോർ ടച്ച് ചെയ്താലാണ് അത് ലോ ലേറ്റൻസി ആയത് ഗെയിം മോഡിലോട്ട് ചേഞ്ച് ആവുക. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് ഇതിൽ. അതുമാത്രമല്ല, ഇതിന് രണ്ട് ഇയർപോഡും നമുക്ക് മാസ്റ്ററായിട്ട് ഉപയോഗിക്കാം. അതായത് സിംഗിളായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതും നല്ലൊരു ഫീച്ചറാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു സി ടൈപ്പ് ചാർജ് കേബിളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇനി നമുക്ക് ഇയർപോഡ് എങ്ങനെയുണ്ട് നോക്കാം. നല്ലൊരു മാറ്റ് ഫിനിഷാണ് ഇതിന് വരുന്നത്. അതായത് ഗ്ലോസി അല്ല, ഒരു റബ്ബറി ഫീലിംഗ് ആണ് അത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. എനിക്കിത് വളരെ കംഫർട്ടബിളായി തോന്നി. അതുകൂടാതെ ഇത് ചാർജിങ്ങിൻ്റെ എത്ര പെർസെൻറ്റേജ് ചാർജിങ് ഉണ്ടെന്ന് അറിയാനൊരു LED നോട്ടിഫിക്കേഷനാണ്. ഇതിൽ ഒന്നാണെങ്കിൽ 25, 2 50, പിന്നെ 75. 100% ആണെങ്കിൽ 4 LED ലൈറ്റ് വലിയത് 100% ചാർജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നല്ലൊരു ഓപ്ഷനാണ്. അത് ഇയർപോഡും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. വാല്യൂ ഫോർ മണി എന്ന് പറയാം. 32 hours കമ്പനി ഇതിന് ബാക്കപ്പ് പറയുന്നത്. ബാറ്ററി ബാക്കപ്പ് പറയുന്നത് 2 മണിക്കൂറാണ് നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരിക. അതിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇയർപോഡ് നമുക്കൊരു 3 hours വരെ നമുക്ക് ഹെവി യൂസിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ നമുക്ക് ഹെവി യൂസിൽ ഉപയോഗിക്കാം. സാധാരണ ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതൊരു 5 hours വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് 1 week ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉപയോഗിച്ചതിന് ശേഷമുള്ള അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ ഫോണിൽ കണക്ടിവിറ്റിയും വളരെ പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 10 മീറ്ററാണ് ഇവർ 5.3 ആണ് ബ്ലൂടൂത്ത് കൊടുത്തിരിക്കുന്നത്. അത് 10 മീറ്റർ ആണെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ഒരു 10-12 മീറ്റർ വരെ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് മ്യൂസിക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വലിയ തിരക്കേടില്ലാത്ത ഒരു ഫെയിലിയറൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ അധികം ഫെയിലിയറൊന്നും കാണിക്കുന്നില്ല. മ്യൂസിക്കിലും ഇത് സൗണ്ടിലും അത്ര വലിയൊരു വൈബ്രേഷനൊന്നും ദൂരെ കൂടുതലുള്ള സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ ടച്ച് സെൻസും വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സിംഗിൾ ടച്ച് ആണെങ്കിൽ പ്ലേ, ഫ്യൂസ്, ഡബിൾ ടച്ച് ആണെങ്കിൽ നെക്സ്റ്റ് ട്രാക്ക്, 4 ടച്ച് ആണെങ്കിലാണ് നമുക്ക് 45 ms മറ്റേ ഗെയിം മോഡിലോട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും വോയിസൊക്കെ നമുക്ക് മൂവി കാണുമ്പോഴും ഗെയിം കളിക്കുമ്പോഴൊക്കെ കറക്റ്റ് ടൈമിങ് നമുക്ക് ലഭിക്കുന്നതാണ്. ഗൂഗിളിൻ്റെ തന്നെ ജെമിനി വോയിസ് അസിസ്റ്റൻറ്റ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അതും എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. പക്ഷേ അത് മൊബൈൽ ലോക്കായി കിടക്കുന്ന സമയത്ത് അത് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. മൊബൈൽ അൺലോക്ക് ആയിട്ടിരിക്കണം എന്ന് മാത്രം. ഞാനത് ചെക്ക് ചെയ്തപ്പോൾ എനിക്കത് ലോക്കായി നിൽക്കുന്ന സമയത്ത് അത് ടച്ച് വർക്ക് ചെയ്യുന്നില്ല. ടച്ച് വർക്ക് ചെയ്ത് മീൻസ് പ്ലേയും ഫ്യൂസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അസിസ്റ്റൻ്റ് ഓപ്പണായി വരുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ സൈനിങ് മബ്രൂക്ക്.